ഇത് കലാപീഠത്തിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അക്കാദമിക്ക് ഒരു വർക്ക്, ലളിതകലാ അക്കാദമിക്ക് 1985 ഒരു വർക്ക് അയക്കുന്നത്. അതിന് എനിക്ക് അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ അയൽവക്കത്തെ ഒരു സുഹൃത്ത്, ഹീ ലിവ്സ് ആൻഡ് വർക്ക്സ് ഇൻ മുംബൈ. അന്ന് ബോംബെ എന്ന് പറയുന്നു, ഇന്ന് മുംബൈ എന്ന് പറയുന്നു. നമ്മുടെ കൊച്ചി എന്ന് പറയുന്ന പോലെ കൊച്ചിയായ കഥ പോലെ മുംബൈയിൽ അദ്ദേഹം ഒരു പ്രോസ്പെക്ടസ് JG സ്കൂൾ ഓഫ് ആർട്സിൻ്റെ അയച്ചു തന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ കാരണം. സോ ഐ ബിലീവ് ദർ ഇസ് സം കൈൻഡ് ഓഫ് ഡെസ്റ്റിനി. ചിലപ്പോൾ ചെറിയ ചെറിയ ഇൻസിഡൻസ്, ഒരു ചെറിയ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഒരു അവാർഡ്, ഇതൊക്കെ ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഡ്രാസ്റ്റിക്കലി. ഒരു മലയാളി എന്ന് പറയുമ്പോൾ, മലയാളി കലാകാരൻ ബോംബെയിൽ പോയി ജീവിതം സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ, കലാകാരൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് 1986 ഞാൻ JG സ്കൂൾ ഓഫ് ആർട്സിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ കോളേജിൽ ഞാൻ മാത്രമേ ഒരു മലയാളിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് എപ്പോഴും ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. സാധാരണ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളികളൊക്കെ എപ്പോഴും നോക്കി നടക്കാറുണ്ടെങ്കിലും ആ സമയത്ത് ഐ ഹാഡ് ടു ലേൺ ദെയർ ലാംഗ്വേജ്, അതർ ലാംഗ്വേജസ്. അങ്ങനെയുള്ളൊരു ഓപ്പൺനെസ്സിന് സാധ്യത എനിക്ക് കിട്ടിയത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. ഒരൊറ്റയാനായിട്ട് വളരുക, അപ്പോൾ അതിൻ്റേതായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഐ ഹാവ് ടേക്കൺ ദാറ്റ് ഫ്രീഡം. നോബഡി ഗിവ്സ് യു ഫ്രീഡം, യു ഹാവ് ടു ടേക്ക് ഫ്രീഡം. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. I've taken freedom to see lots of artist studios. ഇവിടെ ചെയ്ത, അതായത് അക്കാദമിയുടെ ക്യാമ്പിൽ ചെയ്ത വർക്കിൻ്റെ പേര് സ്ട്രെച്ച്ഡ് ബോഡീസ് എന്നാണ്. ഈ കല അല്ലെങ്കിൽ ഞാൻ ചെയ്ത കല അബ്സ്ട്രാക്റ്റ് സീരീസ് അല്ലെങ്കിൽ അമൂർത്ത കലയുടെ ഒരു ഭാഗമാണ്. There are many kinds of abstract works. There are minimalism, there is abstract expressionism, optical painting, abstract optical painting, and different sects are there. അപ്പോൾ എൻ്റെ വർക്ക് എനിക്ക് തോന്നുന്നത്, ഞാൻ മിനിമലിസ്റ്റ് വർക്കും ചെയ്യാറുണ്ട്. അതായത് എക്സ്ട്രീമിറ്റി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മിനിമലിസ്റ്റ് വർക്ക് ചെയ്യാറുണ്ട്. വൈറ്റ് ഓൺ വൈറ്റ്, അത് ബ്രെയിൽ വർക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്കാണിത്. ഐ ഡു ബിലീവ് ഇൻ ദിസ് വർക്ക്. ഐ വാണ്ടഡ് ടു ഗെറ്റ് ദ maximum freshness in the work, maximum texture in the work, maximum form in the work, maximum color in the work, maximum lines, maximum accidents. I believe in that. That's a kind of chaos space. It is kind of psychedelic space of an artist. And it's also inspired from Kerala, or inspired from, from all over India, you could say.